ഇപ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് ജോലിയിൽ കുറച്ച് ബ്ലോക്കുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ചേരുകയും ഞാനിത് പ്രാക്ടീസ് ചെയ്യുകയും തുക ഒരു 6 ലക്ഷത്തോളം രൂപ എൻ്റെ സ്ഥാപനത്തിലേക്ക് ഇന്ന് നിക്ഷേപമായി വന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. ലോ ഓഫ് അട്രാക്ഷനിലെ വിവിധ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പണത്തെ ആകർഷിക്കാൻ സാധിക്കുന്നില്ലേ എങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചക്രങ്ങൾ ബ്ലോക്കായിട്ട് കിടക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോസിൽ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ റൂട്ട് ചക്ര ബ്ലോക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് പണത്തെ അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നത് റൂട്ട് ചക്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രമാണ്. ഇനി റൂട്ട് ചക്ര ആക്റ്റീവ് ആകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഹീൽ ചെയ്യണമെങ്കിൽ നമുക്ക് വിവിധ രീതിയിൽ നമ്മുടെ ബിസിനസ്സിലാവട്ടെ, നമ്മുടെ ജോലിയിലാവട്ടെ, നമ്മുടെ മറ്റ് കാര്യങ്ങളിലാവട്ടെ നമുക്ക് വിവിധ വഴികളിലൂടെ പണം വരുന്നതാണ്. ബ്ലോക്കായിട്ട് കിടന്ന പണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണമായിരിക്കാം, അങ്ങനെ എന്തുമാവട്ടെ നമ്മളിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ റൂട്ട് ചക്ര ഹീൽ ചെയ്തതിന് ശേഷമാണ് എനിക്ക് പണത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടായത്. അതിന് കൃത്യമായ രീതിയിൽ ഹീലിങ്ങും കാര്യങ്ങളും ചെയ്തതിന് ശേഷം എനിക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ റൂട്ട് ചക്രയെ, അഥവാ ഓരോ ചക്രങ്ങളെ ഹീൽ ചെയ്യാൻ സാധിക്കും, അതിലെ റൂട്ട് ചക്രയെ മാത്രം ഹീൽ ചെയ്യേണ്ട കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. റേക്കി പ്രാണി ഹീലിംഗ് പഠിച്ച വ്യക്തികൾക്ക് ഇതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ കൈകളിലൂടെ ഹീലിംഗ് പവർ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഹീലിംഗ് പവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമ്മൾ രണ്ട് കൈകളും പരസ്പരം വെക്കാൻ നമുക്ക് ആ ഒരു ഹീലിംഗ് എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ഇത് ആകർഷിക്കും, ചിലപ്പോൾ ഇത് വികർഷിക്കും. ഈ ഒരു ഹീലിംഗ് ലൈറ്റ് കൈകളിലൂടെ നമുക്ക് നമ്മളിൽ നിന്ന് അതായത് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹീലിംഗ് എനർജി ഉപയോഗിച്ച് നമ്മളെ റൂട്ട് ചക്ര ഹീൽ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ നട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ട്, അതായത് നമ്മളെ ജെനിറ്റൽ ഓർഗൻസ്, ലൈംഗിക അവയവത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് രണ്ട് കൈകളും വെക്കുക. രണ്ട് കൈകൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ഈ രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൂതാവിലൂടെ ഒരു എനർജി പാസ് ചെയ്യുന്നതായിട്ട്, അതായത് ഒരു ഫണൽ പോലെ അല്ലെങ്കിൽ ഒരു പൈപ്പ് പോലെ എനർജി പാസ്സാകുന്നതായിട്ടും അനാഥ ചക്രം വഴി രണ്ട് കൈകളിലേക്ക് വരുന്നതായി സങ്കല്പിക്കാം. എന്നിട്ട് നമ്മൾ ഈ രണ്ട് കൈകളും, അതായത് രണ്ട് കൈകളിലൂടെ പ്രകാശം വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ പറയാം, ഐ ആം വെൽത്ത്, അല്ലെങ്കിൽ ഐ ആം അട്രാക്റ്റിംഗ് വെൽത്ത്, ഐ ആം ഓൾവേസ് ലവ് മണി. അതുപോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള, അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, വെൽത്ത് ആവട്ടെ എന്ത് തന്നെ ആവട്ടെ, അതിന് പറയേണ്ട സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഐ ആം എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ അനാഥ ചക്രത്തിലേക്ക് വരികയാണെങ്കിൽ സ്വിച്ച് വേർഡ് മാറും, ഐ ഫീൽ എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ റൂട്ട് ചക്രയെ കൊണ്ട് ഐ ആം എന്നുള്ളതാണ്. ഐ ആം ചേർത്തിട്ട് എന്ത് പറയുന്നത് അത് റൂട്ട് ചക്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഐ ആം അട്രാക്റ്റിംഗ് വെൽത്ത്, അല്ലെങ്കിൽ ഐ ആം വെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ സമ്പന്നതയാണ്, അല്ലെങ്കിൽ ഞാൻ പണമാണ്, അല്ലെങ്കിൽ ഐ ആം അബൻഡൻറ്റ്, അല്ലെങ്കിൽ ഐ ആം പ്രോസ്പെരിറ്റി, ഞാൻ സമ്പന്നതയാണ് എന്ന രീതിയിലുള്ള പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡ്സ് ഞാൻ അതിൻ്റെ ലിസ്റ്റ് കൊടുക്കാം. ഏതൊക്കെ സ്വിച്ച് വേർഡ്സ് ആണ് നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ആ ഒരു സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അത് ഏത് സമയമാണ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് റൂട്ട് ചക്ര ബ്ലോക്കായിട്ട് കിടക്കുകയാണെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം നമ്മളെ ക്ലാസ്സിലെ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക്, അദ്ദേഹം ചെയ്യുന്ന ഓരോ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് ലക്ഷങ്ങളാണ് ഇന്ന് കിട്ടുന്നത്. ആ സക്സസ് സ്റ്റോറിയിലേക്ക് കടക്കാം. നമസ്കാരം സാർ, ഞാൻ വിജയലക്ഷ്മി. ഞാൻ സാറിൻ്റെ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ചേർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു ധനകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ സ്ഥാപനത്തിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും, ഓരോ ജീവനക്കാർക്കും നിക്ഷേപം കൊണ്ടുവരാനുള്ള ബാധ്യതയുണ്ട്. അപ്പം ഞാൻ എനിക്കിപ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് ജോലിയിൽ കുറച്ച് ബ്ലോക്കുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ചേരുകയും ഞാനിത് പ്രാക്ടീസ് ചെയ്യുകയും തുടങ്ങി. അപ്പോൾ ഇന്ന് അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് നല്ലൊരു തുക, ഒരു 6 ലക്ഷത്തോളം രൂപ എൻ്റെ സ്ഥാപനത്തിലേക്ക് ഇന്ന് നിക്ഷേപമായി വന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. അപ്പം അത് ഞാൻ വിശ്വസിക്കുന്നത് ചക്ര മാനിഫെസ്റ്റേഷനിൽ കൂടി ചെയ്ത പ്രാക്ടീസിലൂടെയാണെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അതിന് പ്രപഞ്ചശക്തിക്കും അനുവിന്ദ സാറിനും നന്ദി നന്ദി നന്ദി.
ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ച വ്യക്തിയോട് ഞാൻ നന്ദി പറയണം. പിന്നെ എപ്പോഴാണ് നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവരോടെല്ലാം തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ശനിയാഴ്ച വൈകുന്നേരമാണ് ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് ചക്രങ്ങളെന്നും എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആകുന്നതിനും അതിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 7 ചക്രങ്ങൾക്ക് മന്ത്ര മെഡിറ്റേഷൻ, ഹീലിംഗ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 14 മെഡിറ്റേഷൻസ് നമ്മൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള അതെങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോസ് എല്ലാം നൽകുന്നുണ്ട്. ക്ലാസ് പൂർണ്ണമായി വാട്സപ്പ് വഴിയാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ, അതായത് നിങ്ങളുടെ ജോലി സമയം, ഫാമിലി ടൈം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹീലിംഗ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ശരീരം എല്ലാം ഉപബോധ മനസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൈകൾ വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ആ ഹീലിംഗ് ലൈറ്റ് പ്രവഹിക്കുന്നതായിട്ട്, അതായത് ഫ്ലോ ചെയ്യുന്നത് സങ്കല്പിച്ചുകൊണ്ട് ഹീൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ മണി ബ്ലോക്ക് മാറ്റാനും പണം ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറാനും സാധിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എൻ്റെ ലൈഫിലാണ് നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പലരുടെ ലൈഫിലും വലിയ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. എല്ലാവരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരായിരിക്കും സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.